ഇന്നത്തെ റെസിപ്പി എഗ്ഗ് കട്ട്ലേറ്റ് ആണ്. ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു പച്ചമുളക് ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. അത് കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണല്ലോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയും അരിഞ്ഞിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 3 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തത്. അത് നല്ല ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അധികം എരിവ് വേണ്ട. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്തത്. ഞാൻ മൈദയല്ല ചേർത്തത്, ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി നല്ല രീതിയിലൊന്ന് കൈവച്ച് കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ കുഴക്കണം കേട്ടോ. ഇതുപോലെ കുഴച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി നോക്കാം. നമുക്കിത് നല്ല മയത്തിൽ വന്നിട്ടുണ്ടോ. ഇങ്ങനെ ഉരുളയായിട്ട് കിട്ടണം കുഴച്ച് കഴിയുമ്പോൾ. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ പരത്തിയെടുക്കുക. ഞാൻ പല ആകൃതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം വൈകിട്ടത്തെ ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അത്. ഇനി ഒരു ബൗളിൽ ഒരു 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി കൂടെ ചേർക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി നോക്കുക. ഒരു ലൂസായിട്ട് കിട്ടണം. നമുക്കത് നമ്മൾ ഉണ്ടാക്കി വെച്ചത് അതിൽ മുക്കിയെടുക്കാനാണ് കേട്ടോ. അധികം എന്താകുന്നു വേണ്ട. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ട് ഈ പരുവത്തിൽ ഇത്ര അത് മതി. അധികം ലൂസാവാനും പാടില്ല, കട്ടിയിലും ആവാനും പാടില്ല, ഈ പരുവത്തിൽ. ഇനി ഇതിലേക്ക് ഒരു 3 ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം പാന് വെച്ചു. ഇനി അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ എന്താ വെച്ചാൽ നല്ല ചൂടായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ആദ്യം നമ്മൾ മാവ് കലക്കി വെച്ചില്ലേ അതിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഓരോന്നും അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ഭാഗമായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഈ രീതിയിൽ. ഇത് നമ്മൾ ഉള്ളിയൊന്നും വാട്ടിയെടുത്തിട്ടല്ല കേട്ടോ ചെയ്യണത്. ഇത് അതുപോലെ തന്നെ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയതും, മൈദപ്പൊടിയല്ല ചേർത്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ്. വൈകിട്ടത്തെ ചായക്ക് കുട്ടികൾക്ക് അല്ല നമുക്കും കഴിക്കാം കേട്ടോ. ഇത് മാറ്റി വയ്ക്കതാ. ഇത്ര ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.